Subscribe now. നമസ്കാരം, എല്ലാവർക്കും PSCWar ലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്യവൈവിധ്യം എന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടലിലും മരുഭൂമിയിലും ധ്രുവപ്രദേശത്തും എന്ന് വേണ്ട ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സസ്യങ്ങളുണ്ട്. പായലും പുല്ലും വള്ളിയും കുറ്റിച്ചെടിയും മരവുമൊക്കെ അടങ്ങുന്ന സസ്യലോകത്ത് 3.5 ലക്ഷത്തോളം സ്പീഷീസുകൾ ഉണ്ടെന്ന് കരുതുന്നു. സസ്യങ്ങളെ അവയുടെ വലുപ്പം, നിറം, പരിണാമപരമായ പ്രത്യേകതകൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കി പൊതുവെ 5ആയി തരംതിരിക്കാം. ഏറെ പ്രത്യേകതകളുള്ള ആൽഗകളാണ് ഇതിൽ ആദ്യ വിഭാഗം. ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, ജിംനോസ്പേമുകൾ, ആൻജിയോസ്പേമുകൾ എന്നിവയാണ് മറ്റ് 4 വിഭാഗങ്ങൾ. ഇവയിൽ ആദ്യ 2 വിഭാഗങ്ങളെ അപുഷ്പികളിലും പുഷ്പിക്കാത്ത സസ്യങ്ങൾ, അവസാനത്തെ 2 വിഭാഗങ്ങളെ സപുഷ്പികളിലും പുഷ്പിക്കുന്ന സസ്യങ്ങൾ ഉൾപ്പെടുത്താം. ആൽഗകളിൽ നിന്ന് ആൻജിയോസ്പേമുകളിലെത്തുമ്പോൾ സസ്യങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ഏകകോശം മാത്രമുള്ള ക്ലാമിഡോമോണസ് ആൽഗയ്ക്കും ഏറ്റവും വലിയ സസ്യമായ ജയന്റ് സെക്വിയ ജിംനോസ്പേമിനും ഉദാഹരണമാണ്. ഇനി നമുക്ക് ആൽഗകൾ എന്താണെന്ന് നോക്കാം. ഭൂമിയിലെ ആദ്യ സസ്യ വിഭാഗമാണ് ആൽഗ എന്ന പായലുകൾ. നമുക്ക് കാണാനാവാത്ത സൂക്ഷ്മ സസ്യങ്ങൾ മുതൽ 60 മീറ്ററോളം നീളത്തിൽ വളരുന്ന കെൽപ്പുകൾ എന്ന വൻ സസ്യങ്ങൾ വരെ ആൽഗകൾക്കിടയിലുണ്ട്. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ കൂടാതെ മറ്റ് പല വർണ്ണകങ്ങളും ആൽഗകൾക്കുണ്ട്. അടുത്തത് ബ്രയോഫൈറ്റുകൾ. സവിശേഷ സ്വഭാവമുള്ള ഒരുതരം സസ്യവിഭാഗമാണിത്. ബ്രയോഫൈറ്റുകൾ അഥവാ കരിമ്പായലുകൾ. ഏകദേശം 25,000 സ്പീഷീസുകളുള്ള ഇവ ഈർപ്പമുള്ള തണൽ പ്രദേശങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. അടുത്തത് ടെറിഡോഫൈറ്റുകൾ. ഭൂമിയിലെ സസ്യസമ്പത്തിൽ എണ്ണത്തിലും ഇനത്തിലും അസംഖ്യം വരുന്നവയാണ് പന്നൽ ചെടികൾ അഥവാ ടെറിഡോഫൈറ്റുകൾ. ജുറാസിക് കാലഘട്ടത്തിൽ തന്നെ സമൃദ്ധിയായിരുന്ന ഈ സസ്യങ്ങളിൽ വൃക്ഷരൂപത്തിലുള്ളവ വരെ ഉണ്ടായിരുന്നു. അടിക്കാടുകളിലും ഈർപ്പമുള്ള പ്രദേശങ്ങളിലും ഈ സസ്യവിഭാഗം ഇന്നും തഴച്ചു വളരുന്നു. പുഷ്പങ്ങളില്ലെങ്കിലും ഈ സസ്യങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. അതിനാൽ അലങ്കാര സസ്യമായും ഇവയെ ഉപയോഗിക്കുന്നു. അടുത്തത് ജിംനോസ്പേമുകൾ. വൻ വൃക്ഷങ്ങളായും കുറ്റിച്ചെടികളായും തറയോട് പറ്റിച്ചേർന്ന് വളരുന്നവയായും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ജിംനോസ്പേമുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മരമായ സെക്വയ, പൈനസ്, സൈക്കസ്, അരോക്കേറിയ, എഫ്രിഡ തുടങ്ങിയവ ജിംനോസ്പേം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ആൻജിയോസ്പേമുകൾ. പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് സസ്യലോകത്തെ 5ാമത്തെ വിഭാഗമായ ആൻജിയോസ്പേമുകൾ. ഇന്നത്തെ മനുഷ്യജീവിതം ഇത്രമാത്രം സുഖകരമാവാൻ കാരണം ഇവയാണ്. പ്ലാവ്, മാവ്, തെങ്ങ് തുടങ്ങിയ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ ഫലവൃക്ഷങ്ങളും ആൻജിയോസ്പേമുകളുടെ കൂട്ടത്തിൽ പെടുന്നു. ഇനി നമുക്ക് പ്ലാന്റ് ഡൈവേഴ്സിറ്റി എന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളെ പരിചയപ്പെടാം. 1. ആവശ്യാനുസരണം ജലം ലഭിക്കുന്നിടത്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്. മീസോഫൈറ്റുകൾ. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ആമ്പൽ, താമര. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് ഹൈഡ്രോഫൈറ്റുകൾ. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഹീലിയോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് സീറോഫൈറ്റുകൾ അഥവാ മരുരൂഹങ്ങൾ. വർഷകാലത്ത് തഴച്ചു വളരുകയും വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്നതുമായ സസ്യങ്ങൾക്ക് പറയുന്ന പേര് ട്രോപ്പോഫൈറ്റുകൾ. സസ്യങ്ങളിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റുകൾ. തണൽ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങൾ സിയോഫൈറ്റുകൾ. മറ്റ് സസ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ. മൃതശരീരങ്ങളിൽ ആഹാരമാക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് സാപ്രോഫൈറ്റുകൾ. വിത്തില്ലാത്ത സസ്യങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോഗേമുകൾ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളെ കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്